പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട്, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പ്രീതിപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കും അല്ലേ? മിക്കവാറും അങ്ങനെയാണ്. അവരെ സന്തോഷിപ്പിക്കാൻ നോക്കും. നമ്മളെപ്പോഴും ചെയ്യുന്ന എന്താണ്? നമുക്കെപ്പോഴും വേണ്ടത് മറ്റുള്ളവരുടെ അംഗീകാരം, ആ ഒരു പരിഗണനയൊക്കെയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ പോലും അവരെ പ്രീതിപ്പെടുത്തി ഇത് പിടിച്ച് നേടിയെടുക്കാനായിട്ട് നമ്മൾ നോക്കും. ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി പോലും നഷ്ടപ്പെടുത്താനായിട്ട് നോക്കാറുണ്ട്. അതുപോലും നമുക്കൊരു പ്രശ്നമല്ല. നമ്മുടെ ഐഡൻറ്റിറ്റി പോലും നമ്മൾ മറന്നു പോയിക്കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് നോക്കും. എല്ലാവർക്കും മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ ആ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പറിച്ചു നടുകയാണ്. അപ്പം നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി ചില സമയത്ത് ചിലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പാടെ അങ്ങോട്ട് മറന്നു കളഞ്ഞിട്ട് അവരെ പ്രീതിപ്പെടുത്താനായിട്ട് നോക്കും. അവിടെ ഉള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവരെ പ്രീതിപ്പെടുത്താൻ നോക്കും. നമ്മുടെ മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്താൻ നോക്കും. കൂടെയുള്ള സഹപ്രവർത്തകരെ അല്ലെങ്കിൽ സഹപാഠികളുടെ അവരെ പ്രീതിപ്പെടുത്താൻ നോക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കുഴിച്ചു മൂടിക്കൊണ്ടായിരിക്കും ഈ പറയുന്ന അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സമൂഹമേ അങ്ങനെയാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി പോലും നമ്മൾ ഓർക്കത്തില്ല. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വിവാഹം കഴിഞ്ഞൊരു വീട്ടിലേക്ക് ചെല്ലുന്നു. നമ്മൾ ചിലപ്പം അതുവരെ വേറൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നായിരിക്കും. നമ്മുടെ ആ ഒരു വ്യക്തിത്വം തന്നെ ഞങ്ങൾ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവരുടെ ചിലപ്പം അവരെ അവഗണിക്കുന്നതോ അവരുടെ കുത്തുവാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പരാതികളും പരിഭവങ്ങളും ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പാടെ അങ്ങോട്ട് മാറ്റി പുതിയൊരാളായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇല്ലേ? മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി പോലും മാറ്റി വെച്ചിട്ട് നമ്മൾ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ഒരു സ്വഭാവം ഒട്ടും നല്ലതല്ല. എപ്പോഴും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ആ ഐഡൻറ്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക തന്നെ വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റി വെക്കേണ്ട കാര്യം വരുന്നില്ല. അത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അങ്ങനെ അധികം താഴ്ന്നു കൊടുക്കേണ്ടതോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തേണ്ടതോ ആയിട്ടുള്ള കാര്യം എന്താ ഉള്ളത്? അതേസമയം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രീതിയൊക്കെ സമ്പാദിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ ഏത് വഴിക്കാണ് പോകുന്നത്? നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് നമ്മൾ പണയം വെച്ചിരിക്കുകയാണോ എന്നുള്ളത് നോക്കുക. ആ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചിലവഴിച്ച് നോക്കിയാൽ മതി. ചെറിയൊരു ചേഞ്ച് അതിനകത്ത് വരും. നമ്മുടെ സെൽഫ് കെയർ കൊടുക്കുക, സെൽഫ് ലവ് കൊടുക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകില്ല. സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കാനായിട്ട് നോക്കും. അവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രവൃത്തിയായിരിക്കും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയത്തില്ല. ഇപ്പം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി പോകുന്നു. ആ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടക്കുറവ് സമ്പാദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ആ ഒരു വലിയ കാര്യം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടായിരിക്കും ഇവരുടെ കൂടെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പുറപ്പെടുന്നത്. അത് പക്ഷേ അവരോട് തന്നെ എനിക്ക് ഈ ദിവസം എനിക്ക് വരാനായിട്ട് കുറച്ച് അസൗകര്യമുണ്ട് കേട്ടോ എന്ന് സ്നേഹത്തോടെ തന്നെ അവരോട് നോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം, ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സമയം അങ്ങോട്ട് മാറ്റിവെക്കും. അത് പറയാനായിട്ടുള്ളൊരു വോയിസ് നമുക്ക് വേണം, അത് പറയാനായിട്ടുള്ളൊരു ധൈര്യം നമുക്ക് വേണം. അത് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ എന്നെ കൊണ്ടങ്ങ് പറ്റത്തില്ല ആ ഒരു രീതിയിൽ പറയാതെ, എനിക്ക് ആ ഒരു ദിവസം വരാൻ കുറച്ച് അസൗകര്യമുണ്ട്, ഇന്ന കാര്യം നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ എന്ന് ചോദിക്കാനായിട്ടുള്ള എനിക്ക് ആ ദിവസം അസൗകര്യമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ നിലനിൽപ്പൊരിക്കലും മറ്റുള്ളവരെ അതിലല്ല കാര്യം എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. കാരണം ആ പ്രീതിപ്പെടുത്തി നമ്മൾ നേടുന്ന കാര്യം എന്താണോ
അതിന് വലിയ കാലതാമസമൊന്നും ഉണ്ടാകത്തില്ല. അത് എപ്പോൾ വേണമെന്നാലും അത് കീഴ്മേൽ മറിയാം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് നമുക്ക് സ്ട്രെസ്സിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകും. നമ്മൾ അത്രമാത്രം അവരെ പ്രീതിപ്പെടുത്തിയിട്ടും നമുക്ക് അവർ അംഗീകാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദന വളരെയധികമായിരിക്കും. നിങ്ങളുടെ നിലനിൽപ്പ് എപ്പോഴും നിങ്ങളുടെ കഴിവിലാണ്, അല്ലാതെ അത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി നേടുന്നതിലല്ല എന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തുത ആദ്യം മനസ്സിലാക്കിയെടുക്കണം. എന്ത് കാര്യത്തിനും നമ്മളൊരു ബൗണ്ടറി നിശ്ചയിക്കുക. അതിനിപ്പുറത്തേക്ക് ആരെയും കടക്കാനായിട്ട് അനുവദിക്കരുത്. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. അതുപോലെ നമുക്ക് കൂടുതലായിട്ട് അറിയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇമോഷണലി ഇരിക്കുന്ന ഒരു സമയങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരാളൊരു കാര്യമെന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് നമ്മൾ എടുത്തടിച്ചൊരു മറുപടി പറയരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം അവരോട് ചോദിക്കുക. ഒരാഴ്ചത്തെ സമയം തരിക, ഞാനത് കറക്റ്റ് ചെയ്ത് തരാം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ ഞാൻ പറയാം എന്ന് പറയാനായിട്ടുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കണം. സമയമെടുത്ത് ആലോചിച്ച് വേണം ഒരു മറുപടി ഒരാളോട് പറയാനായിട്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലാത്തൊരു കാര്യം പെട്ടെന്ന് എടുത്തു ചാടി നമ്മളിത് പറയരുത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു ലക്ഷ്യബോധം വേണം. എന്ത് ലക്ഷ്യമാണ് എനിക്കുള്ളത്, അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കണം. ഈ ലക്ഷ്യബോധം ഇല്ലാത്തവരൊന്നും വിജയിച്ചതായിട്ട് ഒരു കാരണവശാലും കേട്ടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങൾ, കുറച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില ബൗണ്ടറികൾ നിശ്ചയിക്കേണ്ടതായിട്ട് വരും, ചില കാര്യങ്ങൾ നമുക്ക് നോ പറയേണ്ടതായിട്ട് വരും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടതായിട്ട് വരും. എന്തിരുന്നാൽ തന്നെയും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലക്ഷ്യം വേണം, നമ്മുടേതായിട്ടുള്ളൊരു തീരുമാനവും നമുക്ക് വേണം. അതുപോലെ തന്നെ ആ സമയത്ത് മറ്റുള്ളവരൊരു ബൗണ്ടറി നിശ്ചയിച്ച് അതിനപ്പുറം നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുകയുള്ളൂ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കുക. അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ അങ്ങോട്ട് ഒഴിവാക്കിക്കുക. എന്തിനാ ഈ വയ്യാവയിലേക്ക് നമ്മൾ എടുത്ത് തലയിലേക്ക് വെക്കുന്നത്? ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രം നിർത്തുക, അവരെ ഒന്ന് മാറ്റി നിർത്തുക, അവരെ ഒഴിവാക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ഒരിക്കലും അത് സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം നമുക്ക് വിജയം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടും പറ്റാതെ വരും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു പരിധി കൂടുതൽ താഴ്ന്നു കൊടുക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കയറി നിരങ്ങും എന്ന് പറഞ്ഞിട്ടില്ല, തലയിൽ ചവിട്ടി കയറും. അങ്ങനെ ഒരുപാട് ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ മുന്നിലും താഴ്ന്നു കൊടുക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ തോറ്റു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. എന്ത് കാര്യവും നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക. 100% ഉറപ്പുള്ള കാര്യങ്ങൾ മറ്റാരെന്ത് പറഞ്ഞാലും അത് മാറ്റാൻ പോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് 100% ഉറപ്പാണോ ആ കാര്യം കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ സോറി പറഞ്ഞ് പോവാതിരിക്കുക. അങ്ങനെ പോയിട്ടും ഒരു കാര്യവുമില്ല, അവർ നമ്മളെ പരിഗണിക്കുകയേയില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരുടെ മുന്നിലും സോറി പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ജീവിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.